സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ സജ്ജനങ്ങൾക്കും ഹരിനാമ കീർത്തന പഠനത്തിലേക്ക് സ്വാഗതം. ഭഗവാന്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നമുക്ക് പഠനം പുനരാരംഭിക്കാം. 52 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് അല്ലേ. ബന്ധുക്കൾ, ഗൃഹം, പുത്രം, ധനം ഇവയിലാകുന്ന മായാവലയത്തിൽ എന്നെ പെടുത്തരുതേ ഭഗവാനെ. ഇവയൊക്കെ ബന്ധങ്ങൾ മാത്രം എന്നെ ബന്ധനമാക്കാതെ മമതയിൽപ്പെടുത്താതെ അങ്ങ് എന്നെ രക്ഷിക്കണേ. എന്തു കാണുമ്പോഴും അങ്ങയുടെ സ്മരണ എനിക്ക് ഉണ്ടാക്കി തരണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഈ മലഭാണ്ഡമായ ശരീരം ഞാൻ തളർന്ന് ഈ വലിച്ചുകൊണ്ട് നടന്ന്, അതുകൊണ്ട് ഭഗവാനെ ഇത് പ്രയോജനമില്ലാതാക്കി പോകരുതേ ഭഗവാനെ. അങ്ങയെ അറിയുവാനുള്ള ഒരു ഉപാധിയായി ഈ ശരീരത്തിനെ പ്രയോജനപ്പെടുത്തുവാൻ എനിക്ക് സാധിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു മുമ്പുള്ള ശ്ലോകങ്ങളിൽ. നമുക്കിനി തുടർന്ന് പഠിക്കാം. അക്ഷരമാലയിലെ ഭ എന്ന അക്ഷരം മുതലാണ് ഇനി നമ്മൾ കാണുന്നത്. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ. ഒത്തുന്ന ധർധുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ. ഒത്തുന്നതുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ. ഒത്തുന്നതുരമുഖത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം. ഭക്ഷിക്കുവാനായി, പിടിച്ചു തിന്നുവാനായി ഗുഹ പോലെ വായ പിളർന്ന്. അയ്യോ, അയ്യോ എന്നത് ഭയം ഉളവാക്കുന്ന ഒരു ശബ്ദമാണ്. ഇവിടെ അദ്ദേഹം അത് പ്രയോഗിച്ചിരിക്കുന്നത്. കൃതാന്തനിഹ, കാലൻ അല്ലേ. കാലനെ കാണുമ്പോൾ നമുക്ക് ഭയമാണ്. അതുകൊണ്ട് അയ്യോ എന്ന ഉപയോഗം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. കൃതാന്തനിഹ, കാലൻ. കൃതാന്തൻ എന്ന് വെച്ചാൽ കാലൻ. ഇഹ ഇതാ, പിൻപേ വരുന്നു മമ, എൻ്റെ പിന്നിലേ വരുന്നു. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖ, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ.
എൻ്റെ പുറകെ എപ്പോഴും എന്നെ ഭക്ഷിക്കാനായിട്ട് വാ പിളർന്നുകൊണ്ട് കാലൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒത്തുന്ന ധർദുരമുരത്തോടെ പിൻപയൊരു, ഒത്തുന്ന ചാടുന്ന ധർദുരം തവളയുടെ പര്യായമാണ് ധർദുരം. ഉരത്തോടെ ഊറ്റത്തോടെ വളരെ ആവേശത്തോടെ ശക്തിയോടെ പിന്നിൽ ഒരു സർപ്പം കണക്കെ, ഒരു സർപ്പം എത്തുന്നത് പോലെ ഇവിടെ, അതായത് ചാടി നടക്കുന്ന തവളയുടെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന സർപ്പം പോലെ എന്നാണ് ഇവിടെ ഉപമ പറയുന്നത്. ഒത്തുന്ന ധർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരി നാരായണായ നമഃ. ഒന്നിനെക്കുറിച്ചും ചിന്തയില്ലാതെ ചാടി നടക്കുന്ന ഈ തവളയുടെ പിന്നാലെ പാഞ്ഞെടുക്കുന്ന സർപ്പത്തെ പോലെ കാലനാൻ അല്ലെങ്കിൽ കൃതാന്തൻ ഇതാ എൻ്റെ പിന്നാലെ എന്നെ പിടിച്ചു തിന്നുവാനായി ഗുഹ പോലെ വായ പിളർന്നുകൊണ്ട് വരുന്നു. ആ ഗുഹയിൽ പെട്ടാൽ പിന്നെ എനിക്ക് രക്ഷയില്ല. അതിനു മുമ്പ് ഹരേ നാരായണ, എനിക്ക് പേടി തോന്നുന്നു. അങ്ങ് മാത്രമാണ് എനിക്ക് ആശ്രയം. നിൻ തിരുവടിയല്ലാതെ ആശ്രയം എനിക്ക് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ആശ്രയം തരണേ ഭക്തവത്സല എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ. ഈ ശരീരത്തിലകപ്പെട്ട ഞാൻ ദേഹമാണെന്ന് ധരിച്ചുകൊണ്ട് പല കർമ്മങ്ങളും ചെയ്യുന്നു. ഈ ദേഹം എനിക്ക് അല്പകാലത്തേക്കുള്ളൂ. അതിനുള്ള ഒരു ഇരിപ്പിടം, താവളം മാത്രമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകുന്നു. അതുമാത്രമല്ല, ഈ ശരീരം നശിക്കരുതെന്നും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനുവേണ്ടി ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഭാഗവത കീർത്തനത്തിലും എഴുത്തച്ഛൻ്റെ ഇതേ കാര്യം പറയുന്നുണ്ട്. കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബധ കളയരുതാരും, മരണം വരുമിനി എന്നു നിനച്ചിഹ മരുപുഹ സതതം നാരായണ ജയ എന്ന് വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഭഗവാൻ ശങ്കരാചാര്യസ്വാമികളും തൻ്റെ ഭജഗോവിന്ദത്തിൽ അല്ലെങ്കിൽ മോഹമുദ്ഗരം എന്ന തൻ്റെ ഗ്രന്ഥത്തിലെ 11-12 ശ്ലോകങ്ങളിലൊക്കെ ഇതേ കാര്യം നമ്മളോട് ആജ്ഞാപിക്കുന്നുണ്ട്. മാ കുരു ധനജന യൗവന ഗർവം ഹരതി നിമേഷാത് കാലാ സർവം എന്ന് അല്ലേ. കാല ക്രീഡതി ഗച്ഛത്യായുഹി തദപിന മുഞ്ചത്യാശാവായു. ഈ മനുഷ്യജന്മം അല്പകാലത്തേക്കുള്ളതാണ്. ഓരോ ദിവസവും കഴിയും തോറും നമ്മുടെ എല്ലാം ആയുസ്സിൻ്റെ ദൈർഘ്യം ഓരോന്നായി കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. മരണം നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? സമചിത്തതയോടെ സ്വാഗതം ചെയ്യുവാൻ പഠിക്കണം. ഗുഹ പോലെ വായു പിളർന്ന് എന്താണ് ചെയ്യുന്നത്? ഈ കാലൻ നമ്മളെ തിന്നാൻ വരുന്നു. എഴുത്തച്ഛൻ ഭയപ്പെടാനിടയില്ല. പക്ഷേ ഇവിടെ ആ ചിന്തയിൽ അയ്യോ എന്ന് വാവിട്ടു നിലവിളിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെയാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഭഗവാനെ എന്നെ ബന്ധനസ്ഥനാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ നിലവിളി അല്ലേ. നമ്മൾ തൊട്ടു മുമ്പ് കണ്ടിരുന്ന ഭഗവാൻ രാമൻ ലക്ഷ്മണൻ ഉപദേശിക്കുന്നിടത്തും ഇതുണ്ട്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടം ആയുസ്സുമോർക്ക നീ. വളരെ പ്രസിദ്ധമാണ് ഈ വരികൾ. വഗ്നി സന്തപ്ത ലോഹ താംബു ബിന്ദുനാഥ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം എന്ന് ശ്രീരാമദേവൻ അരുളി ചെയ്തിട്ടുണ്ട്. ചുട്ടുപഴുത്ത ലോഹത്തകിടിൽ ഒരു തുള്ളി വെള്ളം വീണാൽ ഈ തകിടിൽ ചെന്നെത്തും മുമ്പ് തന്നെ അത് ആവിയായി പോകും. അതുപോലെ ക്ഷണനേരം കൊണ്ട് നശിക്കുന്നതാണ് ഈ മനുഷ്യജന്മം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മനുഷ്യർ ഭോഗങ്ങൾക്ക് പിന്നാലെ ഓടുകയാണ്. പാമ്പിൻ്റെ വായിലകപ്പെട്ട തവള അവിടെ ഇരുന്നു കൊണ്ട് ആഹാരം തേടുന്നത് പോലെ കാലമാകുന്ന സർപ്പത്തിൻ്റെ വായിലകപ്പെട്ട മനുഷ്യർ ഭോഗങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ലക്ഷ്മണന് ഭഗവാൻ ശ്രീരാമൻ കൊടുത്ത ഉപദേശവും ഇത് തന്നെയാണ്. അത് തന്നെ നമ്മളോട് എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ അവതരിപ്പിക്കുന്നു.
തീറ്റ തേടി അങ്ങുമിങ്ങും അലഞ്ഞു നടക്കുന്ന തവള, അതിൻ്റെ പിന്നാലെ വേഗത്തിൽ പാഞ്ഞെടുക്കുന്ന സർപ്പത്തെ പോലെ ഈ കൃതാന്തൻ കാലൻ നമ്മളെ വിഴുങ്ങുവാൻ പാഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് ഈ കൃതാന്തനിൽ നിന്നും രക്ഷ നേടുവാൻ എന്താണ് നമ്മൾക്ക് വേണ്ടത്? ഭഗവാന്റെ അനുഗ്രഹമാണ് വേണ്ടത്, അല്ലേ? ഭഗവത്ഗീത കിഞ്ചിത ദീഹ ഗംഗാജലലവ കണികാ പീത. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഭജഗോവിന്ദത്തിൽ തന്നെ പറയുന്നതാണ്, അല്ലേ? ഈ കാലഭയത്തിൽ നിന്നും അല്ലെങ്കിൽ മൃത്യുഭയത്തിൽ നിന്നും രക്ഷ നേടണമെങ്കിൽ ഭഗവത്ഗീത പോലുള്ള പുണ്യഗ്രന്ഥങ്ങൾ കുറച്ചെങ്കിലും പഠിക്കും. ഗംഗാജലത്തിൻ്റെ അല്പമാത്രമായ ഒരു ബിന്ദുവെങ്കിലും കുടിച്ചു പുണ്യം നേടൂ. ഒരിക്കലെങ്കിലും മുരാരിയായ ഭഗവാനെ അർച്ചിക്കൂ. ഇവ ഏതെങ്കിലുമൊക്കെ ചെയ്ത് ഈ ജന്മം സായുജ്യമാക്കൂ എന്ന് ഒരുപാട് സ്ഥലത്ത് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭഗവത്ഗീതയാകട്ടെ, വിഷ്ണു സഹസ്രനാമാദി പാരായണങ്ങളാകട്ടെ, ധ്യാനമാകട്ടെ, ജപമാകട്ടെ, ഏതൊരു സാധന ചെയ്യുമ്പോഴും ഭഗവാനിലേക്ക് എത്തുവാനുള്ള മാർഗം, അതോടൊപ്പം മരണത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാകട്ടെ നമുക്ക് എല്ലാ പഠനവും എന്ന് ഇവിടെ ഓർക്കാവുന്നതാണ്. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ. ഒത്തുന്ന ദർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരി നാരായണായ നമഃ. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 54-ാമത്തെ ശ്ലോകം. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തൊന്നു വാങ്മന സദേഹങ്ങൾ ചെയ്തതും, എന്തിന്നി മേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമഃ. അക്ഷരമാലയിലെ മാ എന്ന അക്ഷരം കൊണ്ട് അദ്ദേഹം 54-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. മന്നിങ്കൽ വന്നിഹ പിറന്ന തൊട്ടു പുനരെന്തെന്തു വാഗ്മനസദേഹങ്ങൾ ചെയ്തതു, എന്തിന്നി മേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമഃ. മന്നിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തെന്നു വാഗ്മനസദേഹങ്ങൾ ചെയ്തതു, എന്തിന്നി മേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക നാരായണായ നമഃ. നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമഃ. മന്നിങ്കൽ ഈ ഭൂമിയിൽ വന്നിഹ പിറന്ന അന്ന് തൊട്ട്, വന്നു പിറന്ന നാൾ മുതൽ, പുനരെന്തെന്ന് പിന്നെ എന്തൊക്കെ, വാങ്മനസദേഹങ്ങൾ വാക്കും മനസ്സും ശരീരവും ചെയ്തത് എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം. മന്നിങ്കൽ വന്നിഹ പിറന്ന തൊട്ടു പുനർ എന്തെന്തു വാഗ്മനസദേഹങ്ങൾ ചെയ്തതു, എന്തിന്നി മേലിലതുമെല്ലാം നിനക്കു ഹൃദി. ഇനി ചെയ്യാൻ പോകുന്നതും അവയെല്ലാം, എന്തിനി മേലിൽ അതും എല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിക, എല്ലാം നിൻ തിരുവടിയുടെ പ്രീതിക്കായി വരേണമേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിൽ എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഭൂമിയിൽ വന്നു പിറന്ന നാൾ തൊട്ട് ഇന്ന് വരെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ഈ ശരീരം കൊണ്ടും എന്തൊക്കെ ചെയ്തവോ ഇനി ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ടോ, ഭാവി കാലവും അദ്ദേഹം പറയുകയാണ്.
ആയതെല്ലാം ഭഗവാനെ അങ്ങയ്ക്കു പ്രീതികരമായിരിക്കണേ, അങ്ങയ്ക്കുള്ള അർച്ചനയായിരിക്കണേ, അങ്ങയ്ക്കുള്ള സമർപ്പണമായിരിക്കണേ എൻ്റെ ജീവിതം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായ ശരണാഗതിയാണ് ഈ കീർത്തനത്തിൻ്റെ വിഷയം. ജനിച്ച നാൾ തുടങ്ങി ഇന്നുവരെ പറഞ്ഞ എല്ലാ വാക്കുകളും, മനസ്സിലുണ്ടായ എല്ലാ ചിന്തകളും സങ്കല്പങ്ങളും, ഈ ശരീരം കൊണ്ട് ചെയ്ത എല്ലാ കർമ്മങ്ങളും, വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഇനി ചെയ്യാൻ പോകുന്ന സർവകാര്യങ്ങളും ഭഗവാന്റെ പ്രീതിക്കായി ഭവിക്കട്ടെ എന്ന് ഇവിടെ എഴുത്തച്ഛൻ സമർപ്പിക്കുകയാണ്. ഈ ധാരണയോടുകൂടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റും ശരിയുമില്ല, ധർമ്മം അധർമ്മമില്ല, പുണ്യവും പാപവും നമ്മളെ സ്പർശിക്കില്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ നമ്മളെ കൊണ്ട്. എല്ലാം ഈശ്വരനിൽ അർപ്പിച്ചു പ്രവർത്തിക്കുന്നവർക്ക് പാപങ്ങൾ പോലും പുണ്യമായി തീർന്നു. കാരണം ഈശ്വരാർപ്പണമാണല്ലോ അവരുടെ ജീവിതം തന്നെ. അങ്ങനെ പ്രവർത്തിക്കുന്നവരെ കർമ്മങ്ങൾ ബാധിക്കുകയില്ല. ജനിച്ചതു മുതൽ ഇന്നുവരെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്തൊക്കെ ചെയ്തുവോ അതൊക്കെ ഭഗവാന്റെ പ്രീതിക്കായി ഭവിക്കട്ടെ എന്നാണല്ലോ ഈ പദ്യത്തിലെ എഴുത്തച്ഛൻ്റെ അഭ്യർത്ഥന. കഴിഞ്ഞ കാലത്തു ചെയ്തതിൽ പാപങ്ങളുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പ്രീതിക്ക് എങ്ങനെ കാരണമാകുന്നു? വരാൻ പോകുന്ന കാര്യങ്ങൾ ഒട്ടൊക്കെ നമുക്ക് നിയന്ത്രിക്കാം. അതുകൊണ്ട് കഴിഞ്ഞതിനെക്കുറിച്ച് ആരും ചിന്തിക്കാതെ ഇനി നാം ചെയ്യാൻ പോകുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനുള്ള പൂജയാക്കി ചെയ്യുവാനുള്ള മനസ്സ് തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാലാതീതനായ ഭഗവാനെ കാലം കൊണ്ടുള്ള ബന്ധനം നമുക്കാണുള്ളത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ പാപത്തിനെ, ഇനിയും എനിക്ക് അനുഭവിക്കാനിരിക്കുന്ന പ്രാരബ്ധത്തിനെ ഇല്ലാണ്ടാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എല്ലാ പാപങ്ങളും ഈ ശ്ലോകത്തിൽ നമുക്ക് സമർപ്പിക്കാം. ഭഗവാൻ അത് മാറ്റി നമ്മളെ ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഭഗവാനെ, അങ്ങയോടുള്ള പാദസേവ കൊണ്ട് എൻ്റെ വീട് സ്വർഗമാക്കി തീർക്കണേ. അഹങ്കാരികളായ എതിരാളികൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ എന്നിൽ നിന്നും അകറ്റി നിർത്തണേ. ശത്രുക്കൾ എൻ്റെ മിത്രങ്ങളായി മാറണേ ഭഗവാനെ. ഞാൻ എന്തെങ്കിലും പാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുഹൃതമാക്കി തരണമേ ഭഗവാനെ. അല്ലേ, ഇങ്ങനെയുള്ള മനസ്ഥിതിയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനുമായി അടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതു സങ്കല്പത്തിൽ നമ്മൾ ഭഗവാനെ ആരാധിക്കുന്നുവോ ഭഗവാൻ അത് നമ്മൾക്ക് നിറവേറ്റി തരും. നമ്മളുടെ എല്ലാ പാപങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നതിൽ നിന്നും നമ്മളെ ഭഗവാൻ രക്ഷിച്ചു തരും. ഈ പുത്രൻ, മിത്രന്മാർ, ബന്ധുക്കൾ ഇവയുള്ള ബന്ധനത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് നമ്മളെ അഹങ്കാരത്തിൽ നിന്നും ഇല്ലാണ്ടാക്കി നമ്മൾക്കാരോടും ഒരു പരിഭവമോ അപമാനഭീതിയോ ഒരിക്കലും ഇല്ലാണ്ട് നമ്മൾക്ക് സന്തുഷ്ടയോടുകൂടി ഈ പ്രകൃതിയിൽ ജീവിക്കുവാൻ ഭഗവാൻ അവസരം തരും. നമുക്കാരോടും ദ്വേഷവുമില്ല, മിത്രങ്ങളും ആരുമില്ല. എല്ലാവരും ഭഗവാന്റെ പ്രതീകമായി കാണാൻ സാധിക്കണേ. അതിന് വഴി കാട്ടിത്തരുന്ന ശ്ലോകങ്ങളാണ് ഈ ഓരോന്നിലും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മരണഭയം മാറ്റി നമ്മളെ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് ഉയർത്തുകയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത്. നമുക്ക് ഈ 2 ശ്ലോകവും ചൊല്ലി ഭഗവത് പ്രസാദത്തിനായി പ്രാർത്ഥിക്കാം. ഭക്ഷിപ്പതിന്നു ഗുഹ പോലെ പിളർന്നു മുഖം, അയ്യോ കൃതാന്തനിഹ പിൻപേ വരുന്നു മമ. ഒത്തുന്ന ധർദുരമുരത്തോടെ പിൻപയൊരു സർപ്പം കണക്കെ ഹരിനാരായണായ നമഃ. മന്നിങ്കൽ വന്നിഹ പിറന്ന തൊട്ടു പുനരെന്തെന്തു വാഗ്മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്നിമേലിലതുമെല്ലാം നിനക്കു ഹൃദി സന്തോഷമായി വരിഹ നാരായണായ നമഃ.
അപ്പം എഴുത്തച്ഛനോടൊപ്പം നമ്മളും ധന്യരായി മാറുവാനായിട്ട് ഈ ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് ഓർക്കാം. ഒരിക്കലും യമധർമ്മരാജാവിനെ കണ്ട് ഓടുന്നവരായി നാം മാറില്ല. ഭഗവാനെ കാലൻ വന്നാലും അവരോട് സൗഹൃദം സ്ഥാപിക്കുവാൻ മരണം എപ്പോഴും അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് ഒന്നിനെയും എനിക്ക് ഭയമില്ല, കാരണം എന്നെ രക്ഷിക്കുവാൻ ഭഗവാനുണ്ട് അല്ലേ. മരണം എപ്പോൾ വേണമെങ്കിലും വന്നോട്ടെ, സ്വാഗതം അല്ലേ. ഞാൻ ഈ ജനിച്ച നാൾ മുതൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തുവോ ഭഗവാനെ, അതെല്ലാം പുറത്ത് ഇനിയും ചെയ്യാൻ പോകുന്ന കർമ്മങ്ങളൊക്കെ അങ്ങയ്ക്കുള്ള പൂജയാക്കി മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ജീവിക്കാം. അങ്ങനെ കൃതാന്തനിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി, നാരായണായ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി, പ്രണാമം.